എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൂരിക്കും മസാല ദോശയ്ക്കുമൊക്കെ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 4-5 പച്ചമുളക്, കുറച്ച് ക്യാരറ്റ്, സവോള നീളത്തിലരിഞ്ഞത്, അതുപോലെ 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഒരുക്കിയെടുത്തിട്ട് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 2-3 തണ്ട് കറിവേപ്പില. ഇതിനധികം മസാലയുടെ ആവശ്യമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമോ പെരിഞ്ജീരകമോ എന്ത് വേണേലും ഇടാവേ. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ. ഇത് ഒരുപാട് വഴന്ന് ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഈ പരുവായാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഈ കഷ്ണം എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കറിക്ക് പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിന് ഒരുപാട് ഗ്രേവിയൊന്നുമില്ല, നന്നായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുന്ന ഒരു കറിയാണ്. അപ്പം ഈ കഷ്ണത്തിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ആവി വന്നു കഴിയുമ്പം വെയിറ്റ് ഇട്ട് കൊടുത്ത് ഒരു 3 വിസിൽ വരെ അടുപ്പിക്കാം. അപ്പോൾ അതേ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി. തുറന്ന് നോക്കി ഇതേ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് വേണേൽ മസാല ദോശയ്ക്കകത്തൊക്കെ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാവേ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇന്ന് പൂരിയാണ്.
പൂരി ഈ ഉരുളക്കിഴങ്ങ് മസാല കറിയും കൂടാണ്. അപ്പോൾ ഇത് അറിയാൻ മേലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.